നമസ്കാരം. ദേവഗുരുവാണ് വ്യാഴം. മാത്രമല്ല അതിശക്തമായ ഗ്രഹങ്ങൾ ഒന്നായും വ്യാഴത്തിനെ കണക്കാക്കുന്നു. പലപ്പോഴും ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ഈ സമയത്ത് വ്യാഴം ഇടവം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഓരോ മാറ്റവും ഓരോ രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നതുമാണ്. ബുധനും വ്യാഴവുമാണ് മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം 60 ഡിഗ്രിയിൽ വരുന്നതിനാൽ ഈ സമയം അതിശക്തമായ ത്രൈകാദശയോഗം രൂപപ്പെടുകയാണ്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് മെയ് 5 മുതൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും. മെയ് 5 രാത്രി 10:49 വ്യാഴവും ബുധനും ചേരുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഫലമായി രൂപം കൊള്ളുന്നതായ ത്രൈകാദശയോഗം പല വിധത്തിലും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. നിരവധിയാർന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഗുണകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. സാമ്പത്തികപരമായ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും കൈകളിൽ ധനം നിൽക്കാത്തതായ സാഹചര്യം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കും എന്ന് ചിന്തിച്ചാൽ പോലും ലഭിക്കാത്തതായ സാഹചര്യം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തന്മൂലം സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പ്രണയിക്കുന്ന വ്യക്തികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പരീക്ഷകളിൽ ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ ബഹുമാനവും ആദരവും നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളിൽ ഒന്ന്, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തോന്നാം. അത് എടുത്തുചാടിയുള്ള തീരുമാനങ്ങളാലോ ചില വ്യക്തികളുടെ പ്രേരണയാലോ ആകാം. അതിനാൽ അല്പം കൂടി ചിന്തിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. ആ കാര്യങ്ങളിൽ അല്പമൊന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന, അനുകൂലമായി ഭവിക്കാവുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല വിധത്തിലും ജോലികൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ജോലികൾ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. കൂടാതെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ജോലിയുടെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സമയമാണ്. വിലമതിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും.
കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംശയമില്ലാതെ തന്നെ പല പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കും. മുന്നിലെത്തുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താം. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ലാഭം, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യതയുള്ള സമയം. ഈ സമയം പല കാര്യങ്ങളും മുന്നിൽ കണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഭാവിയിൽ ഗുണകരമായി തീരുകയും ചെയ്യാം. ചില വ്യക്തികൾ മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ സന്തോഷകരമായ നിമിഷങ്ങൾ, ഭാഗ്യം തുണയ്ക്കുന്നതായ പല കാര്യങ്ങൾ സംഭവിക്കുക, ശുഭകരമായ വാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ചില വ്യക്തികൾ മൂലം ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികളിൽ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാകുന്നു. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും ശ്രദ്ധയോടെ നീങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകും എങ്കിൽ പോലും ശ്രദ്ധയോടെ നീങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അല്പമൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബുധന്റെയും വ്യാഴത്തിന്റെയും ഫലമായി രൂപം കൊള്ളുന്ന ഈ ത്രൈകാദശ യോഗത്താൽ അനുകൂലമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. പല വിധത്തിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് തൊഴിൽപരമായും ബിസിനസ് പരമായും നിങ്ങളെ ഉന്നതിയിൽ എത്തിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ബിസിനസ് പരമായി സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്താം. കരാറുകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ചില വ്യക്തികളുടെ പ്രേരണയാൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി ഭവിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അത്ഭുതപ്പെടുത്തുന്നതായ ചില നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതം തന്നെ മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്ന് എത്താവുന്നതുമാണ്. ആയുസ്സും ആരോഗ്യവും വ്യാഴത്തിന്റെ ശുഭഫലത്താൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതായ സമയമാണ്. ചില ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനപരമായ സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ സഹായങ്ങൾ, ധനപരമായ അഭിവൃദ്ധി ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ചില വ്യക്തികൾ മൂലം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തീർച്ചയായും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് നഷ്ടങ്ങളും തിരിച്ചടികൾക്കും കാരണമായി തീരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ നിങ്ങൾ പുലർത്തുക.